നമുക്ക് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ CPM അല്ലാത്ത പ്രതിരോധത്തിലാണ്. കാര്യം അവരുടെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്ന വാസു അകത്താണ്. A. പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റ്, മുൻ MLA ആയിരുന്ന അകത്താണ്. അതിന് പിന്നാലെയാണ് CPIക്കും പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിൽ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി ശങ്കരദാസിനെ ഇപ്പോൾ കാണേണ്ടി വരുന്നത്. തള്ളിപ്പറയുന്നില്ല ഇപ്പോഴും CPI. അതായത് CPM എന്താണോ ചെയ്തത് അത് തന്നെ CPI ചെയ്യുന്നു, നടപടിയെടുക്കുന്നില്ല, തെറ്റാണ് ചെയ്തത് എന്ന് പറയുന്നില്ല. വലിയ ക്ലൂ തന്നു കഴിഞ്ഞല്ലോ, ദൈവ തുല്യരെന്ന്. അപ്പോൾ ഇനി ശങ്കരദാസോ അങ്ങനെ എന്തെങ്കിലും ക്ലൂ നൽകുമോ? CPM-ലെ പ്രമുഖ നേതാക്കൾ ഈ നിരയിലേക്ക് വരുമോ എന്നുള്ളൊരു അടക്കമുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ തള്ളി പറയാത്തത്. പത്മകുമാറിനെ സംരക്ഷിച്ച CPM നിലപാടാണെന്ന് കുറ്റപ്പെടുത്തിയ നേതൃത്വമാണ് CPI എന്നോർക്കണം. അവരാണിപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, പത്മകുമാറിനെയും N. വാസുവിനെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ എന്തുകൊണ്ട് CPM നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചവരാണ് CPIക്കാർ. CPIക്ക് കുറച്ചുകൂടിയൊക്കെ ആദർശമുണ്ടെന്നൊക്കെ എല്ലാവരും കരുതിയതാണ്. പക്ഷെ ഇപ്പൊ ശങ്കരദാസിനെ പിടിച്ചകത്തിട്ടപ്പോ തള്ളിപ്പറയാൻ മനസ്സില്ല. എങ്ങനെയാണ് ഈ നിലപാടുകൾ ഇങ്ങനെ അടിമുടി മാറ്റാൻ പറ്റുന്നത്? അപ്പോ അവരവരുടെ കാര്യം വരുമ്പോൾ അവരവർ ഇങ്ങനെയാണ് എന്ന് തെളിയുന്നു. എന്താണ് CPIയുടെ ഇരട്ടത്താപ്പ്? കൃഷ്ണ, എല്ലാ കാലത്തും ഈ സമാനമായ നിലപാടുകൾ തന്നെയാണ് ഈ രണ്ട് പാർട്ടികളും, CPI ആയാലും ശരി CPM ആയാലും സ്വീകരിക്കുന്നത്. ആദർശമൊക്കെ പാക്കിൽ കൂടി മാത്രമേ ഇവരെല്ലാവരും കാണിക്കാറുള്ളൂ. പ്രവൃത്തിയിലൊന്നും ഇത്തരത്തിലുള്ള ആദർശങ്ങളൊന്നും കാണിക്കാറില്ല എന്ന് നമുക്കറിയാം. പല ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും സമാനമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടായത് എന്ന് പറയുന്നത്. CPI നേതാവ് കൂടിയാണ് ശങ്കർദാസിനും സ്വർണ്ണക്കവർച്ചയുമായി പങ്കുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ സമീപനങ്ങൾ, ഒട്ടേറെ നടപടികളൊക്കെ നടത്തിയിരുന്നു നേരത്തെ. അതായത് പല ഘട്ടങ്ങളിൽ ശങ്കർദാസിനെ അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായെങ്കിൽ പോലും പല സമയങ്ങളിലും അത് നടക്കാത്ത സാഹചര്യങ്ങൾക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അന്വേഷണം ആരംഭിച്ച് ശങ്കർദാസിലേക്ക് അന്വേഷണം എത്തും, അറസ്റ്റ് ഉണ്ടാകുമെന്ന ഘട്ടം എത്തുമ്പോഴാണ് ശങ്കർദാസ് ആശുപത്രിയിൽ ചികിത്സ തേടി പോകുന്നതും തനിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. അങ്ങനെ ഹൈക്കോടതി വടിയെടുത്തതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് രേഖപ്പെടുത്താൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ഹൈക്കോടതി ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം, ശങ്കർദാസിൻ്റെ മകൻ സംസ്ഥാനത്തെ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല പോലീസിൽ തന്നെ സ്വാധീനമുണ്ട്, അന്വേഷണ സംഘത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ സാഹചര്യമുണ്ട് എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഇത്തരത്തിൽ ശങ്കർദാസിലേക്ക് അന്വേഷണം എത്താഞ്ഞതും ഇത്തരത്തിൽ അറസ്റ്റിലടക്കം വൈകുന്നൊരു സാഹചര്യം ഉണ്ടായതെല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം സമീപനങ്ങളൊക്കെ ഉണ്ടായി ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തും, മജിസ്ട്രേറ്റ് അറസ്റ്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ശങ്കർദാസിനെതിരെ സംഘടനാ തലത്തിലുള്ള നടപടിക്ക് ഇതുവരെ CPI തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരു വാക്കുകൾ കൊണ്ട് പോലും ശങ്കർദാസിനെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രതികരിക്കുവാനോ CPM നേതൃത്വമോ ബിനോയ് വിശ്വമോ തയ്യാറായിട്ടില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് CPM-ൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലുള്ള അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. നേരത്തെ ഇത്തരം വിഷയങ്ങളിലൊക്കെ CPI നേതാക്കൾ ഏതൊക്കെ സമീപനങ്ങളാണോ സ്വീകരിച്ചത്, സമാനമായൊരു സമീപനം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിലും ശങ്കർദാസിൻ്റെ വിഷയത്തിലും സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഏറ്റവും എടുത്തു പറയണം. CPIയുടെ ഭാഗത്തുനിന്നും അത് തന്നെയാണ്. കാരണം നേരത്തെ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ CPM-ന്റെ ഭാഗത്ത് എങ്ങനെയാണോ സമീപനം ഉണ്ടായത്, ഇവരെ ആരെയും പത്മകുമാർ ആയിക്കോട്ടെ മറ്റ് CPM അനുഭാവികളായിട്ടുള്ളവരോ ആയിക്കോട്ടെ ഇവരെയൊന്നും തള്ളിക്കളയാൻ ഒരിക്കലും CPM നേതൃത്വം തയ്യാറായില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.